ലോൺ ആപ്പ് വഴിയുള്ള ഭീഷണിയെ തുടർന്ന് കാണാതായ കോഴിക്കോട് സ്വദേശി വിഷ്ണുവിനെ 8 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യുവാവിനെ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധിയും ഓൺലൈൻ വായ്പാ മാഫിയയുടെ സമ്മർദ്ദവും മൂലം നാടുവിട്ടുപോയ വിഷ്ണുവിനെ കുടുംബാംഗങ്ങളുടെയും പോലീസിന്റെയും നിരന്തര പരിശ്രമത്തിനൊടുവിലാണ് തിരികെ ലഭിച്ചത്. മാഫിയയുടെ ഭീഷണിയും കോഴിക്കോട് സ്വദേശിയായ വിഷ്ണുവിനെ കാണാനാകുന്നതിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ വർത്തമാനകാല കേരളം നേരിടുന്ന ഗുരുതരമായ സാമൂഹിക പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വിഷ്ണു ചില ഓൺലൈൻ ലോൺ ആപ്പുകളെ ആശ്രയിച്ചിരുന്നു. തുടക്കത്തിൽ ചെറിയ തുകകൾ ലഭിക്കുമെങ്കിലും അമിതമായ പലിശയും പ്രോസസ്സിംഗ് ചാർജുകളും ഈടാക്കുന്ന ഇത്തരം ആപ്പുകൾ സാധാരണക്കാരെ വലിയ കടക്കണിയിലേക്കാണ് എത്തിക്കുന്നത്. വായ്പ തിരിച്ചടവ് നേരിയ തോതിൽ മുടങ്ങിയതോടെ ലോൺ ആപ്പ് മാഫിയയുടെ ഭീഷണിയും ആരംഭിച്ചു. വിഷ്ണുവിന്റെ മൊബൈൽ ഫോണിലെ കോൺടാക്റ്റുകൾ ഹാക്ക് ചെയ്ത സംഘം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുമെന്നും ബന്ധുക്കളെ വിളിച്ച് അപമാനിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ഇത്തരത്തിലുള്ള മാനസികമായ സമ്മർദ്ദമാണ് വിഷ്ണുവിനെ നാടുവിടാൻ പ്രേരിപ്പിച്ചത്. ലോൺ ആപ്പുകൾക്ക് പുറമെ പ്രാദേശികമായ ചില ബ്ലേഡ് മാഫിയകളുടെ സമ്മർദ്ദവും വിഷ്ണുവിന് മേൽ ഉണ്ടായിരുന്നതായി പോലീസ് സംശയിക്കുന്നു. സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ കഴിയാതെ വന്നതോടെ വിഷ്ണു വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു. കാണാതാകുന്നതിന് മുൻപ് വിഷ്ണു വടകരയിലെത്തി സുഹൃത്തിന്റെ ATM കാർഡ് ഉപയോഗിച്ച് 1000 രൂപ പിൻവലിച്ചിരുന്നു. ഇതിന് പിന്നാലെ വന്ന ഒരു ഫോൺ കോളിന് ശേഷമാണ് അദ്ദേഹം മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തതും പിന്നീട് ആർക്കും ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതും. ഈ CCTV ദൃശ്യങ്ങൾ പോലീസ് അന്വേഷണത്തിൽ നിർണായകരമായിരുന്നു. വിഷ്ണുവിനെ കണ്ടെത്താനായി വടകര പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ബാംഗ്ലൂർ, മംഗലാപുരം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിരുന്നു. കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് അന്വേഷണം പുരോഗമിച്ചത്. പോലീസും ബന്ധുക്കളും വിവിധ സംസ്ഥാനങ്ങളിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ തികച്ചും അപ്രതീക്ഷിതമായാണ് വിഷ്ണുവിനെ കണ്ടെത്തിയത്. നേത്രാവതി എക്സ്പ്രസിന്റെ യാത്ര ചെയ്യുകയായിരുന്ന വിഷ്ണു കൂടെയുണ്ടായിരുന്ന ഒരു സഹയാത്രികന്റെ ഫോൺ വാങ്ങിയാണ് തന്റെ സഹോദരൻ അദ്വൈതിനെ വിളിച്ചത്. താൻ സുരക്ഷിതനാണെന്നും എന്നാൽ നേരിടുന്ന സാമ്പത്തികവും മാനസികവുമായ പ്രതിസന്ധികൾ കാരണം നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ലെന്നും വിഷ്ണു സഹോദരനെ അറിയിച്ചു. വിഷ്ണുവിന്റെ കോൾ ലഭിച്ച ഉടൻ തന്നെ സഹോദരൻ അമ്മയെയും മറ്റു കുടുംബാംഗങ്ങളെയും മോശം അവസ്ഥയെക്കുറിച്ച് വിവരിക്കുകയും തിരികെ വരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. കുടുംബം വലിയ സങ്കടത്തിലാണെന്നും എല്ലാ പ്രശ്നങ്ങളിലും കൂടെ ഉണ്ടാകണമെന്നും ഉറപ്പു നൽകിയതോടെയാണ് വിഷ്ണു മടങ്ങാൻ സമ്മതിച്ചത്. സഹോദരന്റെ നിർദ്ദേശപ്രകാരം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ വിഷ്ണു തയ്യാറായി. ഈ സമയം CRPF-ൽ ജോലി ചെയ്തിരുന്ന വിഷ്ണുവിന്റെ അമ്മാവൻ പയ്യന്നൂരിലെത്തി. അയാളെ കണ്ട് സംസാരിക്കുകയും സുരക്ഷിതമായി ഏറ്റെടുക്കുകയും ചെയ്തു. വിഷ്ണുവിനെ കണ്ടെത്തിയ വിവരം കുടുംബാംഗങ്ങൾ തന്നെയാണ് പോലീസിനെ വിളിച്ചറിയിച്ചത്. ബംഗളൂരുവിലും മംഗലാപുരത്തും കേന്ദ്രീകരിച്ച് പോലീസ് തിരച്ചിൽ നടത്തി വരുന്നതിനിടെയാണ് ഈ സുപ്രധാന വഴിത്തിരിവുണ്ടായത്. അവശനായ നിലയിൽ കണ്ടെത്തുമ്പോൾ വിഷ്ണു ശാരീരികമായും മാനസികമായും തളർന്നിരുന്നു. 8 ദിവസത്തെ അലച്ചിലും ലോൺ ആപ്പ് മാഫിയയുടെ നിരന്തരമായ ഭീഷണിയും സൃഷ്ടിച്ച ആഘാതമാണ് ഇതിന് കാരണം. 8 ദിവസത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വിഷ്ണുവിനെ കണ്ടെത്തിയത് കുടുംബത്തിന് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അമ്മാവൻ ഏറ്റുവാങ്ങിയ വിഷ്ണുവിനെ ഉടൻ തന്നെ വടകരയിലെ വീട്ടിലെത്തിച്ചു. കാണാതായി 8ാം നാളാണ് യുവാവിനെ കണ്ടെത്തുന്നത്. പ്രിയപ്പെട്ടവനെ തിരികെ ലഭിച്ചതിലെ ആശ്വാസത്തിലാണ് മാതാവും മറ്റ് ബന്ധുക്കളും. ശാരീരികമായും മാനസികമായും വിഷ്ണു ഇപ്പോഴും അതീവ അവശനാണ്. 8 ദിവസത്തോളം നീണ്ട അലച്ചിലും ആഹാരത്തിന്റെ കുറവും അയാളെ ശാരീരികമായി ബാധിച്ചിട്ടുണ്ട്. കൂടാതെ ലോൺ ആപ്പ് മാഫിയയുടെ ഭീഷണി സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്നും അയാൾ പൂർണ്ണമായും മുക്തനായിട്ടില്ല. ആവശ്യമായ വിശ്രമത്തിനും വൈദ്യസഹായത്തിനും ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. വിഷ്ണുവിനെ കണ്ടെത്തിയ വിവരം കൂടുതൽ ഔദ്യോഗികമായി വടകര പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. നിയമ നടപടിക്രമങ്ങളുടെ ഭാഗമായി യുവാവിനെ ഉടൻ തന്നെ വടകര പോലീസ് സ്റ്റേഷനിലെത്തിച്ച് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. കാണാതായ കേസ് ഔദ്യോഗികമായി അവസാനിപ്പിക്കാനാണിത്. വിഷ്ണു തിരികെ എത്തിയെങ്കിലും ഇയാളെ നേരിട്ട ഭീഷണികളെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തും. ലോൺ ആപ്പ് കെണികളെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ സംഭവത്തോടെ വീണ്ടും സജീവമായിരിക്കുകയാണ്. സമാനമായ രീതിയിൽ ഭീഷണി നേരിടുന്നവർ പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറാകണമെന്നും മാനസികമായ തളർച്ച അനുഭവിക്കരുതെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു.